CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും PTT യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അന്തരിച്ച PA രാജുവിന്റെ അനുസ്മരണ ദിനാചരണം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ശ്രീ PA രാജു തോട്ടം തൊഴിലാളികളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് നെടുനായകത്വം വഹിച്ച നേതാവാണ്. അടിച്ചമർത്തപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ ശബ്ദമായി മാറുകയായിരുന്നു അദ്ദേഹം. PTT യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ദീർഘകാലം പ്രവർത്തിച്ച നേതാവാണ് ശ്രീ PA രാജു. CPIMന്റെ പെരിയാർ ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം പീരുമേടിലെ ജനങ്ങൾക്ക് മാത്രമല്ല ഇടുക്കിയിലെ ജനങ്ങൾക്കാകമാനം മാതൃകയാകുന്ന പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. CPIMന്റെ പീരുമേട് ഏരിയ സെക്രട്ടറി, ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ ദീർഘനാൾ പ്രവർത്തിച്ചു. തുടർന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ചു വരവേ മസ്തിഷ്കത്തിൽ ബാധിച്ച മാരകരോഗം അദ്ദേഹത്തെ പിടികൂടി. രോഗശയ്യയിലായിരിക്കുമ്പോഴും തൊഴിലാളി വർഗത്തെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചും പാർട്ടി പ്രവർത്തകരെക്കുറിച്ചും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. രോഗശയ്യയിലായി അവശത അദ്ദേഹത്തെ അലട്ടിയപ്പോഴും തെല്ലും വിട്ടുകൊടുക്കാതെ ധീരമായി പോരാടിയ നേതാവാണ് ശ്രീ PA രാജു. ഒടുവിൽ ബ്രെയിൻ ട്യൂമറിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ കവർന്നെടുക്കുമ്പോഴും മരണത്തിലും വിപ്ലവം തീർത്ത ആളാണ് PA രാജു. ചേതനയേറ്റ തൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി വിട്ടു നൽകി മരണത്തിലും അദ്ദേഹം മാതൃക കാട്ടി. രാഷ്ട്രീയ പ്രവർത്തനത്തിനായി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച നേതാവാണ് PA രാജു. അദ്ദേഹത്തിൻ്റെ 9ാമത് ചരമവാർഷിക ദിനാചരണം പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളെയും പാർട്ടി സഖാക്കളെയും സംബന്ധിച്ചിടത്തോളം മരിക്കാത്ത ഓർമ്മകളാണ്. കക്കിക്കവനിൽ നിന്നും ആരംഭിച്ച പടുകൂറ്റൻ പ്രകടനം വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നപ്പോൾ നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സഹകരണ ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വീട് പോലെ ഇങ്ങനെ ദീർഘകാലം നമ്മുടെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എണ്ണിയാലുള്ള സംരംഭങ്ങളിൽ പോരാളിയായിരുന്ന സഹായം ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന അനശ്വരനായ സ്വഭാവമാണ് എൻ്റെ സുരക്ഷിതം. സഹാവിന്റെ അന്ത്യം എല്ലാവർക്കും അറിയാവുന്നതിന് അവസാനം അതിനെ കുറിച്ച് വെച്ചത് തൻ്റെ ഭൗതിക ശരീരം കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾ വിട്ടുകൊടുക്കുമ്പോൾ അത് എപ്പിസോഡ് സമയത്തും ഞാൻ കൂടെ ഉണ്ടായി. അങ്ങനെ തൻ്റെ അവസാന ശ്വാസത്തിൽ പോലും തൻ്റെ ഭൗതിക ശരീരം പോലും പൊതുസമൂഹത്തിന് പഠനാർഹമായി മാറുന്നത് കണ്ട ഉത്തമനായ ഒരു സ്വഭാവം, ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സാമൂഹിക എല്ലാവർക്കും അറിയാം. അനശ്വരനായ സഹാവിന്റെ ഈ സ്മരണ കൊടുക്കുന്ന ദിനത്തിൽ നിശ്ചയമായി അദ്ദേഹത്തോട് താല്പര്യമുള്ളവരും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും അദ്ദേഹത്തിന്റെ സ്മരണ വിവർത്തിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഏത് ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി അടിപതായി താഴാതെ വർദ്ധിത രീതിയിലൂടെ പ്രവർത്തിക്കുന്നത് പ്രതിജ്ഞ ചെയ്യാണ് സഹായം ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമ. അത് നിർവഹിക്കുന്ന രംഗത്ത് ഈ പ്രദേശത്തെ പാർട്ടി സഹാക്കൾ ആ അനുസ്മരണം കൃത്യമായി സംഘടിപ്പിക്കാൻ അതോടൊപ്പം തന്നെ ആ ദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾ രൂപഭാവം നൽകി. അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രവർത്തനം അവസാനിപ്പിച്ച് രാജിവെച്ചു പോന്ന 11 പേരെ മന്ത്രി VN വാസവൻ മാലയണിയിച്ച് സ്വീകരിച്ചു. യോഗത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം G വിജയാനന്ദ് സ്വാഗതം ആശംസിച്ചു. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ, CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം M തങ്കതുരൈ, CPIM പീരുമേട് ഏരിയ സെക്രട്ടറി S സാബു തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.